ശ്രീ സോമനാഥൻ, അതിനൊരു മറുപടി പറയണം. മറ്റൊരു കാര്യം താങ്കൾ നേരത്തെ പറഞ്ഞു, ആ പെരിയാർ പാട്ടക്കരാർ, പെരിയാർ പാട്ടക്കരാറിനെ കുറിച്ച് പറഞ്ഞു. 1886 ഒക്ടോബർ 29 പെരിയാർ പാട്ടക്കരാർ പ്രകാരം പെരിയാർ നദിയുടെ 155 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന 8000 ഏക്കർ സ്ഥലത്തിന് പുറമെ അണക്കെട്ട് നിർമ്മാണത്തിനായി 100 ഏക്കർ സ്ഥലവും തിരുവിതാംകൂർ രാജാവായിരുന്ന വിശാഖം തിരുനാൾ രാമവർമ്മ അന്നത്തെ മദ്രാശി സർക്കാരിന് പാട്ടമായി നൽകിയായിരുന്നു. അങ്ങനെ ഒരു ആ പാട്ടക്കരാറിൽ ഒപ്പുവെച്ചിട്ടില്ല എന്ന് പറയാൻ എന്ത് ആധികാരികമായിട്ടുള്ള രേഖകളാണ് താങ്കളുടെ പക്കലുള്ളത്? ഒന്ന്, എനിക്കത് കഴിഞ്ഞിട്ട് വേറെ 1-2 കാര്യങ്ങൾ പ്രധാനപ്പെട്ട പറയാനുണ്ട്. അതിലൂടെ സമയം എന്താ, ഈ 1886 ഒക്ടോബർ മാസം 29-ാം തീയതിയാണ് മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ബ്രിട്ടീഷ് ഗവൺമെൻറ്, ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായ മദ്രാസി ഗവൺമെൻറ്റും തിരുവിതാംകൂർ ഗവൺമെൻറ്റും തമ്മിൽ ഒപ്പുവെച്ചു എന്ന് പറയപ്പെടുന്ന മുല്ലപ്പെരിയാർ കരാറ് സൈൻ ചെയ്യപ്പെട്ട തീയതി 1886 ഒക്ടോബർ 29 ഞാൻ എടുത്തു പറയുന്നു, എനിക്ക് തെറ്റിയിട്ടില്ല. ആർക്കെങ്കിലും ചെക്ക് ചെയ്യാണെന്ന് ചെക്ക് ചെയ്യാം. ഈ വിശാഖം തിരുനാൾ എൻ്റെ ഹൃദയരക്തം കൊണ്ട് ഒപ്പുവെച്ചു എന്നാണല്ലോ ഇവിടെ മുമ്പ് നമ്മുടെ ഒരു പാനലിസ്റ്റ് അതേക്കുറിച്ച് സൂചിപ്പിച്ചു. ഞാൻ അതിൻ്റെ ക്ലാരിറ്റി വരുത്തിത്തരാം. 1885 ഓഗസ്റ്റ് മാസം 4-ാം തീയതി വിശാഖം തിരുനാൾ നാട് നീങ്ങി. 1885 ഓഗസ്റ്റ് 4. അത് കഴിഞ്ഞ് 14 മാസം കഴിഞ്ഞുണ്ടാക്കിയ കരാറിൽ എങ്ങനെ വിശാഖം തിരുനാൾ ഒപ്പുവെക്കും? തിരുവിതാംകൂറിൻ്റെ ചരിത്രം ഇത് 1862 ആയില്യം തിരുനാൾ രാമവർമ്മയുടെ കാലം മുതലാണ് മുല്ലപ്പെരിയാറ്റിൽ ഒരു അണക്കെട്ടിൻ്റെ ഏതാണ്ട് അടുത്ത പഠനം നടക്കുന്നത്. അതിനു മുൻപ് രാമനാഥപുരത്ത് മുത്തുരാമലിംഗ സേതുപതിയുടെ കാലം തൊട്ട് ഇവിടെ ഒരു അണക്കെട്ടുണ്ട്, ഇവിടെ നിന്ന് വെള്ളം ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നതിനെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ചൊരു സീരിയസ് ഡിസ്കഷൻ നടക്കുന്നത് 1862 മുതലാണ്. അന്ന് ആയില്യം തിരുനാൾ മഹാരാജാവാണ് കേരളം തിരുവിതാംകൂർ ഭരിക്കുന്നത്. 1880 വിശാഖം തിരുനാൾ രാജാവാകുന്നത്. 1885 ഓഗസ്റ്റ് മാസം 4-ാം തീയതി അദ്ദേഹം മരണപ്പെട്ടു. അതിനുശേഷം ശ്രീമൂലം തിരുനാളാണ് തിരുവിതാംകൂർ ഭരിക്കുന്നത്. ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്താണ് കരാർ ഒപ്പുവെച്ചിരിക്കുന്നത്. ഈ 3 തിരുനാളുകളിൽ ആരെങ്കിലും ആ കരാറിൽ ഒപ്പുവെച്ചതായിട്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കരാറിൻ്റെ ഭാഗമായിട്ട് എവിടെയെങ്കിലും ഒപ്പുവെച്ചിരിക്കുന്നത് കാണാൻ പറ്റുമോ? പിന്നെ നമ്മൾ പറയും, ഇപ്പോൾ ഗവൺമെൻറ്റിന് വേണ്ടി, സംസ്ഥാന സർക്കാരിന് വേണ്ടി ഇറങ്ങുന്ന എല്ലാ ഉത്തരവുകളിലും ഗവർണർക്ക് വേണ്ടി ഒപ്പിടുന്നത് സെക്രട്ടറിയാണ്. അപ്പോൾ ഗവർണർക്ക് വേണ്ടി എന്ന് എഴുതി ഒപ്പിടും. മുല്ലപ്പെരിയാർ പാട്ടക്കരാറിൽ രാജാവിന് വേണ്ടി എന്ന് പറഞ്ഞിട്ടൊരു ഒപ്പില്ല. അത് അവിടെ സൈൻ ചെയ്തിരിക്കുന്നത് വെമ്പകം രാമയ്യങ്കാറാണ്. വെമ്പകം രാമയ്യങ്കാർ ആരാണ്? വെമ്പകം രാമയ്യങ്കാർ. വെമ്പകം രാമയ്യങ്കാർ 1880 തിരുവിതാംകൂറിൽ ദിവാനായി വന്ന ഒരു ബ്രിട്ടീഷ് ആശ്രിതനാണ്. ഞാൻ ഒന്നുകൂടി കടത്തി പറയുന്നു, ബ്രിട്ടീഷ് ചാരനാണ്. ക്ലാരിറ്റി പറയാം. വെമ്പകം രാമയ്യങ്കാർ മദ്രാസിയിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഉദ്യോഗസ്ഥൻ്റെ മകനാണ്. ഞാനിത് പറയുമ്പോൾ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഇന്നിപ്പോൾ ഈ വിവരങ്ങൾ മുഴുവൻ അവൈലബിൾ ആവും. ഞാൻ പറഞ്ഞു തീരുന്നതിന് മുൻപേ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് വെമ്പകം രാമയ്യങ്കാരെ കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും കിട്ടും. ഞാനെന്നാലും പറയാം. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ഉദ്യോഗസ്ഥനായിരുന്ന വെമ്പകം രാമയ്യങ്കാരുടെ പിതാവ്, ഇദ്ദേഹം ജനിച്ചപ്പോൾ മുതൽ വളരെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഉദ്യോഗസ്ഥനായിരുന്നത് മാത്രമല്ല, അവരുടെ വീട്ടിലെ പ്രത്യേക സാഹചര്യങ്ങൾ, അവിടുത്തെ സ്ത്രീകളെ വെസ്റ്റേൺ മ്യൂസിക് ഒക്കെ പഠിപ്പിക്കുകയും അവരുടെ വീട്ടിൽ ഈ സായിപ്പന്മാർക്ക് വേണ്ടി പാർട്ടികളൊക്കെ നടത്തുകയും ചെയ്യുന്നതായിരുന്നു എന്ന് പോലും വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. എനിക്കറിയില്ല, ഞാനന്ന് ജീവിച്ചിരിക്കുന്ന ആളല്ല. എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ വെച്ചിട്ട് ഞാൻ പറയുന്നതാണ്. എന്തായാലും അദ്ദേഹം വിദ്യാഭ്യാസം കഴിഞ്ഞ ഉടൻ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൽ മദ്രാസിൽ തന്നെയൊക്കെ ഈ ഒരു ട്രാൻസ്ലേറ്ററായിട്ട്, മറാത്ത ഭാഷ ട്രാൻസ്ലേറ്ററായിട്ട് ഉദ്യോഗം കിട്ടി. അത് കഴിഞ്ഞ് അടിക്കടി അതിവേഗം പ്രൊമോഷൻ ലഭിച്ച് മദ്രാസ് ചീഫ് സെക്രട്ടറിയുടെ ഫസ്റ്റ് അസിസ്റ്റൻ്റായിട്ട് സർവീസിൽ നിന്ന് വിരമിച്ചു. അതിനിടയിൽ അദ്ദേഹം കളക്ടറായി, അങ്ങനെ ഒരുപാട് സുപ്രധാന തസ്തികകളിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഈ വിരമിച്ചതിന് ശേഷം മദ്രാസ് ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നോമിനേറ്റഡ് മെമ്പറായി 5 വർഷം പ്രവർത്തിച്ചു. അത് കഴിഞ്ഞ് മദ്രാസ് മുനിസിപ്പൽ കമ്മീഷണറായി പ്രവർത്തിച്ചു. അങ്ങനെ ജനനം മുതൽ ബ്രിട്ടീഷ് ആശ്രിത കുടുംബത്തിൽ ജനിച്ച് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ജോലി ചെയ്ത് ഏതാണ്ട് വിരമിക്കൽ പ്രായം വരെ മദ്രാസിക്കാരനായിരുന്നയാൾ 1880 ദിവാനായി തിരുവിതാംകൂറിൽ വരുന്നു.
1886 ഒക്ടോബർ മാസം 29-ാം തീയതി മുല്ലപ്പെരിയാർ പാട്ടക്കരാറിൽ തിരുവിതാംകൂറിന് വേണ്ടി ഒപ്പുവെച്ചിട്ട് അതിൻ്റെ 3-ാമത്തെ മാസം ഒക്ടോബർ നവംബർ ഡിസംബറിൽ അദ്ദേഹം റിസൈൻ ചെയ്ത് മടങ്ങിപ്പോയതിൻ്റെ 3-ാം മാസം അദ്ദേഹം മരണപ്പെട്ടു. ഈ ചരിത്രം ഇത് ഗൂഗിളിൽ അവൈലബിൾ ആണ്, നെറ്റിൽ അവൈലബിൾ ആണ്. ഞാനിവിടെ പറയുന്ന കാര്യം 1862 മുതൽ ഈ കരാർ സാധ്യമാക്കുന്നതിന് വേണ്ടി, ഇതെങ്ങനെയെങ്കിലും പ്രായോഗികമാക്കുന്നതിന് വേണ്ടി പഠിച്ച പണി 18 പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇത് പ്രായോഗികതയിലേക്ക് എത്താതെ വന്നു. ഇതിനിടയ്ക്ക് പല ഡിസ്കഷനും നടന്നിട്ടുണ്ട്. ആ ഡിസ്കഷൻ്റെ വിശദാംശങ്ങളൂടെ വേണേൽ പറയാം. ആദ്യം ഒരു ഘട്ടത്തിൽ നടന്ന ഡിസ്കഷൻ ഇവിടെ അണക്കെട്ട് നിർമ്മിച്ച വെള്ളം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതുമൂലം അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന റവന്യൂവിൻ്റെ 50% തിരുവിതാംകൂറിന് തരണമെന്നായിരുന്നു. അതിനുശേഷം ആ ഡിസ്കഷൻ എവിടെയോ വെച്ച് വഴുതിപ്പോയി. രണ്ടാമത്തെ ഒരു ഡിമാൻഡ് വരുന്നത് ഇത്രയും ഭൂമി ഇവിടെ 8000 ഏക്കർ എന്ന് പറഞ്ഞല്ലോ, ഈ 8000 ഏക്കർ ഡാമിന് വേണ്ടി ഉപയോഗിക്കുന്ന 8000 ഏക്കറിന് പകരം ബ്രിട്ടീഷ് ടെറിട്ടറിയിൽ അത്രയും തുല്യമായ ഭൂമി തിരുവിതാംകൂറിന് വേണമെന്നായിരുന്നു രണ്ടാമത്തെ ഡിസ്കഷൻ. ഈ രണ്ട് ഡിസ്കഷനും എങ്ങും എത്താതെ നിൽക്കുന്ന സമയത്താണ് വിശാഖം തിരുനാൾ 1885 ഓഗസ്റ്റ് മാസം 4-ാം തീയതി കാലം ചെയ്യുന്നത്. തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ അന്നത്തെ ഈ മരണാനന്തര ചടങ്ങുകളുമൊക്കെ എത്ര ദിവസം നീണ്ടു നിൽക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അതേ മാസം ഓഗസ്റ്റ് മാസം 11-ാം തീയതി ഈ പാട്ടക്കരാറിന് ഒരു കരട് രൂപമുണ്ടാക്കി വെമ്പകൻ രാമയ്യങ്കാർ മദ്രാസിന് അയച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജാവ് മരിച്ചതിൻ്റെ 7-ാം ദിവസം വെമ്പകൻ രാമയ്യങ്കാർ കരാറിൻ്റെ ഒരു നക്കൽ തയ്യാറാക്കി അയച്ചു. ആ നക്കലിൻ്റെ കോപ്പി എൻ്റെ കൈവശമുണ്ട് സാർ, ഞാൻ വെറുതെ പറയുന്നതല്ല.